ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. ഇന്ന് ഹയർസിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം ചില കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഹയറിച്ചിലെ ലീഡർ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് ഇദ്ദേഹം ഈ പ്രയാസങ്ങൾ കൊണ്ട്, ഹയറിച്ചിൻ്റെ ഈ അവസ്ഥ കൊണ്ട് അദ്ദേഹത്തിന് ഈ അവസ്ഥ അദ്ദേഹം മരണപ്പെട്ടതായിരിക്കാം എന്നുള്ള ഊഹത്തിലാണ്. അല്ലെങ്കിൽ അത് തന്നെ ആയിരിക്കാം. അദ്ദേഹം വലിയ ലീഡറാണെന്ന് പറയുന്നു, ഒരുപാട് ആളെ ചേർത്തിട്ടുണ്ടാവും. എന്തായാലും എല്ലാവരും മണ്ടന്മാരല്ല എന്ന് മനസ്സിലാക്കുക. ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായി എന്തിനാണ് ഈ ബഡ്സ് കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ വാദിക്കാൻ നിൽക്കാതെ സുപ്രീം കോടതി പറഞ്ഞ് ഇവിടെയുള്ള കേസുകൾ നീട്ടുന്നത് എന്ന് അവർക്കറിയാം. എന്തായാലും സുപ്രീം കോടതി ഒരു തട്ടിപ്പ് കേസിൽ വാദങ്ങൾ നടത്താനുള്ള ഇടമല്ല. തട്ടിപ്പ് കേസിലെ വാദങ്ങൾ നടന്നതിൽ എന്തെങ്കിലും പാകപ്പിഴയുണ്ടോ എന്ന് പരിശോധിക്കാൻ, നിയമങ്ങളൊക്കെ ശരിയായി പോകുന്നുണ്ടോ, ഇന്ന് ഈ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ, കീഴ്ക്കോടതിയിൽ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഇടം മാത്രമാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. അതേസമയം ഇവർ ചെയ്യുന്നത് ഇവിടെയൊന്നും വാദിക്കാതെ ഒളിച്ചോടുകയാണ്. എത്ര കാലം ഇവർ ഓടും, എവിടെ വരെ ഓടും എന്നുള്ളതാണ് എനിക്ക് കാണേണ്ടത്. അപ്പോൾ ഈ ലീഡർമാരൊക്കെ വലിയ വലിയ പ്രതിസന്ധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഈ ഇന്നില്ലെങ്കിൽ കുറച്ചാൾ മാത്രമേ കുറേ കാലം പറ്റിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം അതൊരു പരമസത്യമാണ്. പക്ഷേങ്കിൽ എല്ലാവരെയും എല്ലാ കാലത്തേക്കും പറ്റിക്കാൻ പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പും മറ്റെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ആൾക്കാർ ഇപ്പോൾ ലീഡർമാർക്ക് പ്രഷർ കൊടുക്കുകയാണ് എന്നുള്ള കാര്യങ്ങളാണ് അറിയുന്നത്. നമുക്കറിയാം, ഇതിനു മുന്നേ തന്നെ നമ്മൾ കേട്ട് കഴിഞ്ഞ വാർത്തകളാണ്. 2-3 ലീഡർമാർ കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കിയ ആൾക്കാർ ജീവനൊടുക്കിയ കാര്യം. അവരൊക്കെ തിരിച്ചു കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ പിടിക്കപ്പെടുമല്ലോ എന്നുള്ള കാര്യം ഓർത്ത് ജീവൻ ഒടുക്കിയവരാണ്. അതൊന്നും വാർത്തയായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷേങ്കിൽ ഇന്നും ഒരുപാട് പാവങ്ങൾ നിയമത്തിൻ്റെ വഴിയിലേക്ക് പോവാതെ തടഞ്ഞു നിർത്തുന്നത് ഈ ലീഡർമാരാണ്. ഇവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. നിയമവഴിയിലൂടെ പോയി എത്രയും പെട്ടെന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം മാത്രം, അതാണ് പറയാനുള്ളത്, പണം മാത്രമേ നിങ്ങൾ മോഹിക്കാൻ പാടുള്ളൂ, പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, ഹൈറേഞ്ചിലെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് കമ്പനി തിരിച്ചു വരണം എന്നാണ് പറയുന്നത്. കമ്പനി തിരിച്ചു വരണം, നമ്മളിട്ട പൈസ എന്തെങ്കിലും കിട്ടണമെന്നല്ല പറയുന്നത്, കമ്പനി തിരിച്ചു വരണം. വല്ലാത്തൊരു അതിമോഹമാണിതൊക്കെ. ഇത്തരം മണി ചെയിൻ നടത്തിയ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രം നടത്തിയ ഒരു കമ്പനി തിരിച്ചു വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് തന്നെ തെറ്റാണ് എന്നുള്ള കാര്യത്തിലേക്കാണ് എന്നതാണ് സത്യം എന്ന് പറയുന്നത്. നമ്മളിട്ട പൈസ എങ്ങനെയെങ്കിലും കിട്ടണം, അത് ലീഡർമാർ വഴിയോ അല്ലെങ്കിൽ ശ്രീനപ്രതാപം വഴിയോ കോടതി വഴിയോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ പ്രസക്തമായ ആഗ്രഹങ്ങൾ. അല്ലാതെ ഈ കമ്പനി തിരിച്ചു വന്ന് 5 ലക്ഷം ഇട്ടവന് 55 ലക്ഷവും 10,000 ഇട്ടവന് 30,000 കിട്ടണമെന്നൊക്കെ പറയുന്നത് അവർക്ക് വേറെ വാക്കുകളാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വളരെ പ്രതീക്ഷയാണ്. ഇന്ന് സുപ്രീം കോടതിയിലൊന്നും നടക്കില്ല. സുപ്രീം കോടതിയിൽ അവർക്ക് എതിർകക്ഷികൾക്ക് നോട്ടീസ് കൊടുക്കും എന്നുള്ള ആ ഒരു ചടങ്ങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഹൈക്കോടതിയിലും മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇന്ന് വാദം തുടങ്ങും എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് വാദം കൺക്ലൂഡ് ചെയ്യൊന്നുമില്ല. ഓക്കെ, ബൈ.